ബി.ജെ.പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഈ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രധാനമായുള്ള പ്രതീക്ഷ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുണമായി കേന്ദ്ര സർക്കാർ കാണുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ ആക്രമിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ന്യൂസ് ചാനൽ ഉടമയാണ്, കോർപ്പറേറ്റ് ഭീമനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള ആക്രമണം അവർ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയമായി രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഏത് തരത്തിൽ ആക്രമിക്കും എന്ന് ആലോചിച്ച് തലപുണ്ണാക്കുകയാണ് ഇപ്പോൾ പല ന്യൂസ് ചാനലുകളും എന്നുള്ളത് വേറൊരു കാര്യമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബി.ജെ.പിയിലെ പടലപ്പിണക്കങ്ങളെ എങ്ങനെ രാജീവ് ചന്ദ്രശേഖരന് ഒതുക്കി എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഒരു കുടക്കീഴിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് കേന്ദ്രത്തിന് ഒരു മറുപടിയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി നല്ലൊരു CEO ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ബുദ്ധി ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും എന്ന് തന്നെയാണ് കേന്ദ്രം കരുതുന്നത്. സമാനമായ അതേ പരീക്ഷണം തന്നെയാണ് തമിഴ്നാട്ടിൽ അണ്ണാമലൈ IPSലൂടെ കേന്ദ്രം നടത്തിയിരിക്കുന്നത്. ഇതൊരു വമ്പൻ വിജയമായി മാറിയിരുന്നു. ഇതേ വിജയം തന്നെയാണ് കേന്ദ്രം രാജീവ് ചന്ദ്രശേഖരനിലൂടെ ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. 2026 പ്രധാനമായും ബി.ജെ.പി ഉന്നം വയ്ക്കുന്നത് 10 മുതൽ 20 വരെയുള്ള നിയമസഭാ സീറ്റുകളാണ്. അത് പ്രയത്നിച്ചാൽ കൃത്യമായും കിട്ടും എന്ന് ബി.ജെ.പിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ സീറ്റിൽ ഇപ്പോൾ ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രതീക്ഷ പുലർത്തുന്നത്. അതിൽ സുരേഷ് ഗോപി ഇത്തവണ ജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 5 സീറ്റ്, ഈ തൃശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്. ഇതിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി 1ാം സ്ഥാനത്തെത്തിയിരുന്നു. ഈ 5 സീറ്റും ബി.ജെ.പിയുടെ റഡാറിലുണ്ട്. പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ നിന്ന് മത്സരിച്ച ലോക്സഭാ സീറ്റായിട്ടുള്ള ആലപ്പുഴയിലെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു സീറ്റ്, തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, അങ്ങനെയുള്ള പല സീറ്റുകളും, പിന്നെ പത്തനംതിട്ട, മഞ്ചേശ്വരം, അങ്ങനെയുള്ള പല സീറ്റുകളും ബി.ജെ.പിയുടെ റഡാറിലുണ്ട്. നല്ലപോലെ പ്രയത്നിച്ചാൽ ഈ സീറ്റുകളെല്ലാം കയ്യിൽ വരും എന്ന് തന്നെയാണ് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആൾക്കാർ കണക്ക് കൂട്ടുന്നത്. അത് മുന്നിൽ കണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നതും. ബൂത്ത് തലത്തിൽ തന്നെ ഇപ്പോൾ പണി തുടങ്ങാനാണ് രാജീവ് ചന്ദ്രശേഖരൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കയറി വന്ന ഉടനെ തന്നെ ഒരു സമയം പോലും പാഴാക്കാതെ തൻ്റെ കോർപ്പറേറ്റ് ബുദ്ധി ഉപയോഗിച്ച് അത് പാർട്ടിയിലേക്ക് പടർത്തി കൃത്യമായി നീക്കങ്ങൾ നടത്തുകയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് ശത്രുക്കളിൽ വലിയ രീതിയിലുള്ള ഭയം ജനിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും നിരീക്ഷകരെല്ലാം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി CPM-നല്ല ഭയക്കാനുള്ളത് UDF-നാണ് എന്നാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനം പോലെയായിരിക്കും UDF അടുത്ത തവണ ഭരണത്തിൽ വരണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം ജനങ്ങൾ എടുക്കുന്നത് എന്നാണ് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകരും ചിന്തകരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് UDF-നെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.